ഈ വീഡിയോയിൽ നമ്മൾ തുർക്കി, ഇന്ത്യ, ഗ്രീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ INS ത്രികണ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു വാർഷിപ്പിനെ തുർക്കി തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയുടെ 2 വാർഷിപ്പുകൾ കൊണ്ടുവന്നാണ് അവർ തടഞ്ഞത്. ഇത് തടയാൻ എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയുടെ സൈഡിലല്ല അവൻ തടഞ്ഞത്. ഇന്ത്യ ഈ INS ത്രികണ്ഡുമായിട്ട് ഗ്രീസിലേക്ക് ഒരു നേവൽ എക്സസൈസ്, ഇന്ത്യ ഗ്രീസ് ജോയിന്റ് നേവൽ എക്സസൈസ് നടത്താൻ വേണ്ടിയിട്ട് പോയ സമയമാണ്. അപ്പോൾ അങ്ങോട്ട് പോയി നേവൽ എക്സസൈസ് നടത്തിക്കൊണ്ടിരുന്ന സമയം, അതിൽ നിന്ന് മടങ്ങുന്ന സമയമാണ് ഇവർ തുർക്കി നമ്മളെ തടയുന്നത്. അപ്പോൾ ഈ തുർക്കി തടയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തുർക്കി പണ്ട് തൊട്ടേ തുർക്കിക്ക് ഒരു ഡോമിനേഷൻ വേണമായിരുന്നു നമ്മുടെ മെഡിറ്ററേനിയൻ ഓഷനിൽ. അതായത് മെഡിറ്ററേനിയൻ ഓഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രീസിനും തുർക്കിക്കും ഈ മെഡിറ്ററേനിയൻ ഓഷനുമായിട്ട് ബന്ധപ്പെട്ട് കാലാകാലങ്ങളായിട്ട് തന്നെ അവരുടെ ഇടയിൽ തർക്കമുണ്ട്. അപ്പം തുർക്കി ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. തുർക്കി നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഗ്രീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ മാപ്പിൽ പരമാവധി ഇതിനകത്ത് 100 കണക്കിൽ ഐലൻഡുകളുണ്ട്, ചെറുതും വലുതുമായിട്ടൊക്കെ. അപ്പോൾ ഈ ഐലൻഡുകളെല്ലാം തന്നെ ഗ്രീസിൽ നിന്നും വളരെ ദൂരം കൂടുതലും, പക്ഷെ അതേസമയം ഈ ഐലൻഡുകളെല്ലാം തന്നെ തുർക്കിക്ക് വളരെ അടുത്തുമാണ്. എന്നാൽ ഈ ഐലൻഡുകളുടെയൊക്കെ അവകാശം ഗ്രീസിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈപ്രസ് ഐലൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഈ മെഡിറ്ററേനിയൻ ഓഷനിൽ ഏറ്റവും കൂടുതൽ തുർക്കിയുമായിട്ട് അടുത്ത് ആ ഒരു വിടവിൽ കയറി കിടക്കുന്നത് പോലെ ഉള്ള സ്ഥലമാണ് സൈപ്രസ്. അതിൻ്റെ ഒരു പകുതി ഭാഗം തുർക്കി കയ്യേറി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ശരിക്കും സൈപ്രസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നുള്ള പേരിലാണെങ്കിലും അതിൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് ഗ്രീസാണ്. അപ്പോൾ അതായത് മെഡിറ്ററേനിയൻ ഏരിയയിൽ എൻറ്റയർലി ഗ്രീസിനാണ് ഏറ്റവും കൂടുതൽ ഡോമിനൻസ് ഉള്ളത്. പക്ഷേ തുർക്കി അവിടെ ഈ ഡോമിനേഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അവരവിടെ പരിശ്രമിക്കുന്നത്. കാരണം ഇവിടെ ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ട്. അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പ്രതിസന്ധിയാണ്, തുർക്കി നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് അവർ എപ്പോഴും ഈ ഒരു മെഡിറ്ററേനിയൻ ഓഷനിൽ ഞങ്ങൾക്ക് ഡോമിനേഷൻ വേണം, ഞങ്ങളുടെ റൂട്ടാണ്, ഞങ്ങളുടെ ഏരിയയാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളൊക്കെ ഉയർത്തുന്നതും കാലാകാലങ്ങളായിട്ട് ഗ്രീസുമായിട്ട് ഈ നിലയിൽ ഇടഞ്ഞു നിൽക്കുന്നതും. ഇതാണ് ഒരു പശ്ചാത്തലം, മനസ്സിലായല്ലോ. ഇനി ഈ മെഡിറ്ററേനിയൻ ഓഷനിൽ ഏറ്റവും കൂടുതൽ ഗ്രീസിനാണ് അതിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിന് മറ്റുള്ള രാജ്യക്കാരെ ഒന്നും തന്നെ അവർ അതിൻ്റെ ഉള്ളിൽ കടത്തിവിടുന്ന ഒരു പരിപാടിയില്ല. അതായത് പല സോണുകളിലും തുർക്കിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, കാരണം അത് ഗ്രീസിൻ്റെ ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിലൂടെ ഇന്ത്യയുടെ വാർഷിപ്പ് വളരെ എളുപ്പത്തിൽ കടന്നു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റൂല. അത് പ്രത്യേകിച്ച് വേറെ ഏത് രാജ്യമാണെങ്കിലും അവർ ഒന്നുകൂടെ മയപ്പെട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഇന്ത്യ എന്ന് കേൾക്കുമ്പോഴത്തേക്കും തുർക്കിക്ക് ഒരു വല്ലാത്ത പ്രയാസമാണ്. കാരണം ഇന്ത്യയെ അവർ എതിർക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ അവർ ബംഗ്ലാദേശിൽ ഫണ്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ പാകിസ്ഥാനിൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയ സമയത്ത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തുർക്കിയുടേതായിട്ടുള്ള ഡ്രോണുകളുണ്ടല്ലോ, ബൈറാക്തർ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മുന്തിയ ഇനം ഡ്രോണുകളെല്ലാം തന്നെ ഇന്ത്യ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തുർക്കിക്ക് നല്ല രീതിയിലുള്ള വാശിയുണ്ട്. കാരണം മാർക്കറ്റ് ഇടിഞ്ഞു പോകുന്ന പരിപാടിയാണ് ഇതൊക്കെ. തുർക്കിയാണെങ്കിൽ നമ്മൾക്ക് ഒരു 5 വർഷത്തിന് മുമ്പ് തന്നെ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് ഇറങ്ങിയ ആൾക്കാരാണ്. പക്ഷേ ഇന്ത്യ ഇന്ന് അവരെയും കൂടി മറികടക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ചില പ്രത്യേക മാനുഫാക്ചറിങ്ങിൽ അവർക്ക് മേൽക്കോയ്മയുണ്ട്, ഇല്ലാന്നില്ല. ഇപ്പോൾ ഡ്രോണൊക്കെ അവരിപ്പം ബൈറാക്തർ എന്ന് പറഞ്ഞത് ആഗോളതലത്തിൽ തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് പിടിച്ചു പറ്റിയ ഡ്രോണാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ മേഖലയിലൊക്കെ ഇനിയും കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. എന്നാലും ഇന്ത്യയും അതിൽ വെറുതെ ഇരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും വൈകാതെ തന്നെ നമ്മൾ അവരെ മറികടക്കും ആ മേഖലയിലും. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോമ്പറ്റീറ്ററാണ് ശരിക്കും തുർക്കി ഇന്ത്യക്ക്. പക്ഷേ തുർക്കിയും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും വ്യാപാര ബന്ധങ്ങൾ ശക്തമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിൽ പറയത്തക്ക ബന്ധങ്ങളൊന്നും ഇപ്പം ഇല്ല, നിലവിലില്ല. തുർക്കിയുമായിട്ട് നമ്മൾ വെച്ചിരുന്ന എല്ലാ ബന്ധങ്ങളും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അതിനെ നിർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് കാരണം തുർക്കി കണ്ണും പൂട്ടി പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കണം എന്നുണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലൊക്കെ വേറെ ഒരു രാജ്യങ്ങളും സംസാരിച്ചില്ലെങ്കിലും തുർക്കി നിലപാടെടുക്കും. ഇത്തവണ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തതിൽ ഇന്ത്യക്ക് UN വീറ്റോ പവർ കൊടുത്തുകൊണ്ടുള്ള പെർമനന്റ് മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യ എതിർത്ത രാജ്യങ്ങളിൽ സൗദി അറേബ്യയും കൂടി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് നമ്മളിവിടെ പറഞ്ഞു പോകേണ്ടതാണ്. അപ്പോൾ സൗദി അറേബ്യയുടെ ഈ നിലപാട് മാറ്റം, അതുകൊണ്ടാണ് ഇന്ത്യ സൗദി അറേബ്യയ്ക്ക് കൊടുക്കുന്ന ബസ്മതി റൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ റദ്ദാക്കിയിട്ട് അതിനെ UAE ത്രൂ ഡൈവേർട്ട് ചെയ്ത് വിട്ടത്. നിങ്ങൾ UAEയിൽ നിന്ന് മേടിച്ചോ, ഞങ്ങൾ UAEക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാക്കി തീർത്തത്. അപ്പോൾ അഥവാ ഇനി ഇന്ത്യയുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ഇനി സൗദി അറേബ്യ ഇന്ത്യയുമായിട്ട് നയതന്ത്ര തലത്തിൽ സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. തുർക്കിയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് തുർക്കി നമ്മളെ എതിർത്ത സമയത്ത് നമ്മൾ
സൂചനയ്ക്ക് വേണ്ടിയിട്ട് ഒരു റോക്കറ്റ് നമ്മൾ ഫയർ ചെയ്തു. അത് ആകാശത്തോട്ടാണ് ഫയർ ചെയ്തത്. അത് സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഫയർ ചെയ്തത്. അതായത് ഞങ്ങൾ അടിച്ചിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു സൂചനയായിട്ടാണ്. അതേസമയം നമ്മൾ അഡീഷണൽ ആയിട്ട് 2 വാർഷിപ്പുകളെ കൂടി നമ്മൾ വിളിച്ചു വരുത്തി തുർക്കിയുടെ വാർഷിപ്പിനെ കൗണ്ടർ ചെയ്ത് നമ്മൾ നിർത്തുകയും അതേപോലെ വീണ്ടും അഡീഷണൽ ആയിട്ട് 2 വാർഷിപ്പുകളെ വിളിച്ചു വരുത്തി നമ്മൾ തുർക്കിയുടെ റെഡ് സീയുടെ ഭാഗത്തും അതേപോലെ ബ്ലാക്ക് സീയുടെ ഭാഗത്തും കൊണ്ട് നമ്മൾ നിർത്തുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ തുർക്കിയെ മൊത്തത്തിൽ വളഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് അവരെ ട്രാപ്പ് ചെയ്ത് നിർത്തുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ സൈബർ അറ്റാക്ക് നടത്തി. അതായത് നമ്മളുടെ സൈബർ വിങ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ച് തുർക്കിയുടെ വാർഷിപ്പുകളുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇന്ത്യ ചെയ്ത പരിപാടി. ഈ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്തതോടുകൂടി തുർക്കിയുടെ ഈ മുന്നോട്ട് വരാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. അവർ അതിൽ കൂടുതൽ ഇന്ത്യക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചില്ല. അതുപോലെ തന്നെ തയ്യിബ് എർദോഗൻ പ്രതീക്ഷിച്ചിരുന്ന ഫ്രാൻസിന്റെ സൈഡിൽ നിന്നും അഥവാ നാറ്റോ രാജ്യങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടിയില്ല. ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. കാരണം ഇന്ത്യ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് ഗ്രീസ് യൂറോപ്യൻ സൈഡിൽ കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നാറ്റോ രാജ്യങ്ങൾ കൂടുതലായിട്ട് തുർക്കിയെ സപ്പോർട്ട് ചെയ്യാത്തത്. മെഡിറ്ററേനിയൻ ഓഷനിൽ തുർക്കിയും ഗ്രീസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നാറ്റോ രാജ്യങ്ങൾ ഇടപെടില്ല എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. ഇന്ത്യയെ മാറ്റി നിർത്തിക്കോ, ഇന്ത്യയെ മാറ്റി നിർത്തിയാൽ തന്നെയും ഈ മെഡിറ്ററേനിയൻ ഏരിയയിൽ തുർക്കിയും ഗ്രീസും തമ്മിലുള്ള വിഷയങ്ങളിൽ നാറ്റോ രാജ്യങ്ങൾ ഇടപെടില്ല. അതാണ് വളരെ വ്യക്തമായിട്ട് തുർക്കിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് തുർക്കി ഇപ്പം ചെറിയ ഭീഷണികളൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ നാറ്റോയിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര എളുപ്പത്തിൽ പുറത്തു പോകാനും പറ്റത്തില്ല. കാരണം ഗ്രീസ് ഇപ്പം ഇന്ത്യയുടെ അടുത്ത് ഹൈപ്പർസോണിക് ബ്രഹ്മോസ് ഗ്ലൈഡഡ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗ്രീസിന് ഇന്ത്യയുടെ ബ്രഹ്മോസ് ടെക്നോളജിയിൽ നിർമ്മിച്ച, അതായത് ഈ വർഷം എൻഡിൽ നമ്മൾ പരീക്ഷണം നടത്തും. അതിന്റെ പ്രോട്ടോടൈപ്പ് ഓൾറെഡി തന്നെ നമ്മൾ പരീക്ഷണം നടത്തി കഴിഞ്ഞു. ആ ഒരു മിസൈല് നമ്മൾ ഈ വർഷം എൻഡോടുകൂടി നമ്മൾ പുറത്തിറക്കും. പക്ഷേ ആ പ്രോജക്റ്റിൽ നമ്മൾ ആരെയും തന്നെ ചേർക്കില്ല. കാരണം ആ പ്രോജക്റ്റ് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ ഗ്രീസ് ഇങ്ങനെ ബ്രഹ്മോസ് മിസൈൽ വേണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഇന്ത്യ നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഗ്രീസിന് നമ്മൾ ഈ ഒരു മിസൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നാറ്റോ രാജ്യങ്ങളുടെ കയ്യിലെത്തും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയും റഷ്യയും ചേർന്ന് ആ ഒരു ടെക്നോളജിയിൽ നിർമ്മിച്ച ഒരു മിസൈലാണ്. അപ്പോൾ അത് നാറ്റോ രാജ്യങ്ങളുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ച് റഷ്യയെ തന്നെ തിരിച്ചടിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ആ രീതിയിൽ അൺഎത്തിക്കലായിട്ട് പെരുമാറുന്ന ഒരു രാജ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ നമ്മൾ തുർക്കിക്കെതിരെ ഗ്രീസിന് ഒരു മിസൈൽ കൊടുക്കുന്നതുകൊണ്ട് ഇന്ത്യക്ക് നഷ്ടമൊന്നുമില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, തുർക്കിയുമായിട്ട് നമുക്ക് ആ രീതിയിൽ വലിയ വ്യാപാര ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇതിൽ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി. നാറ്റോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇന്ത്യയുടെ ഒരു ടെക്നോളജി, ഇത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം ഇന്ന് ലോകത്ത് തന്നെയുള്ള മിസൈലുകളിൽ ഏറ്റവും നമ്പർ 1, 2 കാറ്റഗറിയിൽ പെടുന്ന മിസൈലാണ് ബ്രഹ്മോസിന്റെ ഈ രീതിയിൽ വാർഷിപ്പുകളിൽ ഉപയോഗിക്കപ്പെടുന്ന മിസൈലുകൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യയുടെ കയ്യിലുള്ള ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞ ബ്രഹ്മോസ് ശരിക്കും പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ടോപ്പ് ലെവലിലുള്ള മിസൈലുകളിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ടെക്നോളജി അത്ര എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഇന്ത്യ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ബ്രഹ്മോസ് ടെക്നോളജിയിൽ നമ്മൾ എന്താണോ പഠിച്ചത് അതിൽ ചില മാറ്റങ്ങളും ചില മോഡിഫിക്കേഷൻസും ചില സ്പെസിഫിക്കേഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ട് ഗ്രീസുമായിട്ട് ചേർന്ന് ഒരു പ്രോജക്റ്റ് ഇന്ത്യക്കുള്ളിൽ ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യക്കുള്ളിൽ ഇൻഡിജീനിയസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കാനും പറ്റും. അതേപോലെ തന്നെ ഗ്രീസിന് നമുക്ക് ഈ ഒരു മിസൈൽ കൊടുക്കാനും പറ്റും. എന്നാൽ അത് ബ്രഹ്മോസും ആയിരിക്കില്ല. അതിൽ നിന്ന് മോഡിഫൈഡ് ചെയ്ത വേറൊരു വേർഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മാറി ചിന്തിക്കാന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മോസ് പോയി എന്നുള്ള രീതിയിലുള്ള ഒരു വിഷയം നമുക്ക് വരത്തില്ല. അതേസമയം നമുക്ക് നമ്മളുടേതായിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി മാറ്റി നിർത്താനും കഴിയും. അതേസമയം നമുക്ക് വേണമെങ്കിൽ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഗ്രീസ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു മെഡിറ്ററേനിയൻ ഏരിയയിൽ തുർക്കിക്കെതിരെ ആ ഏരിയയിൽ മാത്രം ഉപയോഗിക്കുന്ന തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടീഷൻ സപ്ലൈ ചെയ്തുകൊണ്ട് ഈ മിസൈൽ സപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തുർക്കിക്ക് ഒരു പേടിയുണ്ട്, ഇന്ത്യ ഈ ബ്രഹ്മോസ് മിസൈൽ ഗ്രീസിന് കൊടുക്കുമെന്നുള്ള രീതിയിൽ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് തുർക്കി അലട്ടുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇത് ഇപ്പം നമ്മളിപ്പോൾ തുർക്കിയുടെ ഇരട്ടത്താപ്പ് ഒന്നുകൂടി നമ്മളൊന്ന് തുറന്നു പറയാം. ഈ തുർക്കി എന്ന് പറഞ്ഞാൽ അസർബൈജാനിൽ നിന്ന് മേടിക്കുന്ന ഓയിൽ വളരെ വൃത്തിയായിട്ട് ഇസ്രായേലിന് തേർഡ് പാർട്ടി വഴി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് തുർക്കി. പ്രത്യക്ഷത്തിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ജനസൈഡ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ തുർക്കി നിലപാടെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആഗോളതലത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് തുർക്കി സിറിയയോടൊപ്പം നിന്ന് ഇസ്രായേലിനെതിരെ ഇപ്പൊ അടിക്കും എന്നുള്ള നിലയിലുള്ള ചില വാർത്തകളൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും സംഭവിക്കില്ല. കാരണം അത്രമാത്രം ബിസിനസ് ഇടപാടുകൾ ഇസ്രായേലും തുർക്കിയും തമ്മിലുണ്ട്. തുർക്കി ഇപ്പൊ പീസ് ട്രീറ്റി ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു സമാധാനത്തിന്റെ ആദ്യഘട്ട ആ ഒരു ഡീൽ സൈൻ ചെയ്തു എന്ന് കേട്ടപാടെ തുർക്കിയിൽ നിന്ന് വരുന്ന വാർത്തയാണ്.
എന്താണ്, ടെല്ലവീവിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് തുർക്കി. തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ചെറുതല്ല, വല്ലാത്ത രീതിയിലുണ്ട്. അതായത് തുർക്കിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കരമായിട്ടുള്ള മതവിശ്വാസിയാണ്, ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്, മിഡിൽ ഈസ്റ്റിൽ എനിക്കൊരു ഡോമിനേഷൻ വേണം, അപ്പോൾ ആ രീതിയിലൊക്കെ എൻ്റെ പേര് ചീത്തയാവാൻ പാടില്ല. പക്ഷേ അതേസമയം ഞാൻ ഇസ്രായേലുമായിട്ട് കച്ചവടം നടത്തി എനിക്ക് പൈസയും വേണം. ഇതാണ് തുർക്കിയുടെ നിലപാട്. ഇനി ഈ ഗാസയുടെ ജനസൈഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിഷമത്തോടുകൂടി പല ഫോറത്തിലും ചെന്ന് സംസാരിക്കുന്ന തയ്യബ് എർദോഗൻ ശരിക്കും ഗാസയ്ക്ക് മുകളിൽ വന്നിട്ട് എയർ സ്ട്രൈക്ക് നടത്തുന്ന ഫൈറ്റർ ജെറ്റുകളുടെ ഫ്യൂവൽ അയച്ചു കൊടുക്കുന്നത് തുർക്കിയാണ്. ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ എപ്പോഴും ഈ ടോപ്പ് ലെവലിൽ നിന്ന് നോക്കുന്ന രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അല്ല രാജ്യങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു മെഡിറ്ററേനിയൻ ഏരിയയിൽ ഇങ്ങനെ ഒരു സൈഡ് കിടപ്പുണ്ട്. ഇത് ഒരു ഫാക്റ്റാണ്. ഇനി അടുത്ത ഫാക്ട് നോക്കിക്കഴിഞ്ഞാൽ, തുർക്കി അസർബൈജാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അസർബൈജാനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, മതപരമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന അർമേനിയ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഡോമിനൻസ് ഉള്ള ഒരു രാജ്യമാണ്. അസർബൈജാനും അർമേനിയയ്ക്കും തമ്മിൽ പണ്ട് തൊട്ടേ ചേരൂല, കാരണം അവർ തമ്മിൽ സ്ഥലത്തർക്കങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പം തുർക്കി ആണെങ്കിൽ ആദ്യം മുതൽ തന്നെ ഈ അസർബൈജാനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് നഷ്ടം അർമേനിയയ്ക്ക് സംഭവിച്ചിട്ടുമുണ്ട്. ഈ തുർക്കി ഓട്ടോമൻ എംപററിന്റെ കാലഘട്ടത്തിൽ അർമേനിയയിൽ ഉണ്ടായ നാശനഷ്ടങ്ങളും ഈ ഓട്ടോമൻ തുർക്കുകളുടെ കാലഘട്ടത്ത് അർമേനിയയെ ഇവർ ഉപദ്രവിച്ചത് ഏത് രീതിയിലാണെന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ അർമേനിയയ്ക്ക് ഉള്ളിൽ ഒന്ന് സഞ്ചരിച്ചാൽ മതി. അവിടുത്തെ മൊണോസ്ട്രികൾ, അവിടുത്തെ ഇപ്പോഴും നിലനിൽക്കുന്ന സ്മാരകങ്ങൾ അതിൻ്റെ തെളിവായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് അർമേനിയയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇന്ത്യ കൊടുക്കുന്നത്. ഇപ്പോൾ 2019-20 കാലഘട്ടങ്ങളിൽ ഈ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ ഡോമിനേഷൻ നേടാൻ വേണ്ടിയിട്ട് തുർക്കി എടുത്ത തീരുമാനമാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ, അതിനും ഒരു 5 വർഷത്തിന് ശേഷം ഇന്ത്യ തീരുമാനിക്കുന്നു നമ്മൾ ഡിഫൻസ് മേഖലയിൽ വളരെയധികം ശക്തിയായിട്ട് മുന്നോട്ട് വരണം, ഇന്റർണൽ മാനുഫാക്ചറിംഗ് ഒക്കെ കൂട്ടണം എന്നുള്ള നിലയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് വരികയും അതിലൂടെ ഏറ്റവും ബെനിഫിറ്റ് നേടിയത് അർമേനിയയ്ക്കാണ്. കാരണം അർമേനിയയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള ഡിഫൻസ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ അർമേനിയയുടെ സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ അർമേനിയയ്ക്കും അസർബൈജാനും ഇടയിൽ ആർക്കാണ് ഡോമിനേഷൻ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അർമേനിയയെ ഇന്ത്യ സ്ട്രെങ്തൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ വീക്ക്നെസ് ആയിട്ടിരുന്ന അർമേനിയ ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലും തുർക്കിക്ക് തിരിച്ചടിയാണ്. തുർക്കിയുടെ ഡിഫൻസ് മേഖലയാണ് നമ്മൾ അർമേനിയയെ വെച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം തുർക്കിക്കെതിരെ ഇന്ത്യ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ശരിക്കും തുർക്കിയെ ആദ്യം ഇങ്ങനെ കൺഫ്രണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അതേ സമയത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ നേരിട്ട് എതിർക്കുന്ന രീതിയിൽ തുർക്കി നിലപാടെടുത്തത് കൊണ്ടാണ് ഇന്ത്യ ഈ രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ അങ്ങനത്തെ ഒരു ഇന്ത്യയുടെ വാർഷിപ്പ് അവരുടെ മേഖലയിൽ കൂടെ കടന്നു പോയപ്പോഴത്തേക്കും അവർക്ക് ചെറിയ രീതിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഇന്ത്യയെ ഒന്ന് തടഞ്ഞു നോക്കാം, എന്താണ് സംഭവിക്കുന്നത്, ഈ മേഖല ഞങ്ങളുടെ ആധിപത്യത്തിന് കീഴിലുള്ളതാണ് എന്ന് പറയാൻ ശ്രമിച്ചതാണ് തുർക്കി. പക്ഷെ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നോസ് കട്ടും ഒരു ഹ്യൂമിലിയേഷനും അതേപോലെ ഒരു ഐസൊലേഷനും കിട്ടിയിരിക്കുകയാണ്. കാരണം അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യക്ക് വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഇടയിലും അതുപോലെ ആഗോളതലത്തിലും തന്നെ നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നിന്നും തുർക്കിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ തുർക്കി ഗ്രീസ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ നടന്ന വിഷയവും ഇതിൻ്റെ ഒരു പശ്ചാത്തലവും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.